السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അൽ മുസാബന എന്ന് പറയുന്ന കച്ചവടം, അതായത് ഉണക്കമുന്തിരി നല്ല പഴുത്ത മുന്തിരിക്ക് പകരമായി വെക്കുകയും അത് മരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, പറിച്ചിട്ടില്ല. അതുപോലെ ഉണക്കമുന്തിരി നല്ല പഴുത്ത മുന്തിരിക്ക് പകരമായി വെക്കുന്നത് അതിന് അൽ അറായ എന്നാണ് പറയുന്നത്. പഴുത്ത ഈന്തപ്പഴം പറിച്ചിട്ടില്ല, അത് പനമരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, ഈന്തപ്പനയിൽ. അത് ഏകദേശം ഒരു ഊഹക്കണക്കിൽ കണക്കാക്കിയിട്ടാണ് അത് ഉണക്ക ഈന്തപ്പഴത്തിന് വേണ്ടി പകരമായി വെക്കുന്നത്. ബൈൽ മുസാബനത്തി വഹിയ ബയു തംരി ബിത്തംരി വ ബയു സബീബി ബിൽ കർമി വ ബയുൽ അറായ. അനസ് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു മുസാബനയും മുഹാഖലയും. കൊയ്യാത്ത ഗോതമ്പ് അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിൽ നിൽക്കുന്ന ഗോതമ്പ് വെറും ഗോതമ്പിന്, അത് പറിച്ച് കൊയ്ത് വച്ചിരിക്കുന്ന ഗോതമ്പിന് പകരമായി വിൽക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. ഖാല അനസുൻ നഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മുസാബനതി വൽ മുഹാഖലതി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഈന്തപ്പഴങ്ങൾ വിൽക്കരുത്, അതിന് ബാധിക്കാവുന്ന എല്ലാ അപകടങ്ങളും ഒഴിഞ്ഞു പോകുന്നത് വരെ, അല്ലെങ്കിൽ ആ കാലം കഴിയുന്നത് വരെ. ഇപ്പോൾ ചാടിപ്പോയി, മഴ പെയ്ത് കൊഴിഞ്ഞു പോയി, അങ്ങനെയൊക്കെ ഉണ്ടാവാതെ, ഇപ്പം നമ്മൾ നെല്ല് ഊഹം പറയുകയാണെങ്കിൽ ചാഴി വന്ന് തിന്നു, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി കേടായി പോകില്ല എന്നുള്ള അവസ്ഥ വന്നാൽ മാത്രമേ തണ്ടിൽ നിൽക്കുന്നത് വിൽക്കാവൂ. അതുപോലെ പഴുത്ത ഈന്തപ്പഴം ഉണക്ക ഈന്തപ്പഴത്തിന് പകരമായി വിൽക്കാൻ പാടില്ല. عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال لا تبيعوا التمر حتى يبدو صلاحه ولا تبيعوا التمر بالتمر. സാലിമും അബ്ദുള്ളയും കൂട്ടിച്ചേർക്കുന്നു, സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞതായിട്ട്, പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഴുത്ത പഴങ്ങൾ മരത്തിൽ നിൽക്കുന്നത് അത് പഴുത്ത ഈന്തപ്പഴത്തിന് പകരമായിട്ടോ അതല്ലെങ്കിൽ ഉണങ്ങിയ ഈന്തപ്പഴത്തിന് പകരമായിട്ടോ വിൽക്കുന്നത് അനുവദിച്ചിട്ടുണ്ട്. ബൈൽ ആരിയ അങ്ങനെയാണ് അതിന് പറയുന്നത്. പക്ഷേ ഇത് വേറെ ഒരു രീതിയിലും ഉള്ള അവസ്ഥകളിൽ പാടില്ല, അല്ലെങ്കിൽ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മരത്തിൽ നിൽക്കണേ ഉള്ളൂ, കഴിക്കാറായി ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ടൊക്കെ മേടിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യ കച്ചവടത്തിനോ ആഹാരത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇത് നടക്കുന്നത്. അല്ലാഹു അലം. وأخبرني عبد الله عن زيد بن ثابت أن رسول الله صلى الله عليه وسلم رخص بعد ذلك في بيع العرايا بالرطب أو بالتمر ولم يرخص في غيره. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാബന വിരോധിച്ചിരിക്കുന്നു. മുസാബന എന്ന് പറയുന്നത് നല്ല പഴുത്ത ഈന്തപ്പഴം മരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, അത് ഉണങ്ങിയ ഈന്തപ്പഴത്തിന് പകരമായി അളന്നുകൊണ്ടാണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ല പഴുത്ത മുന്തിരി ഉണക്ക മുന്തിരിയുമായി അളന്ന് വിൽക്കുന്നത്, ഇത് രണ്ടും വിരോധിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നീടത് ആ നിയമം ക്യാൻസലാക്കി എന്നാണ് മുമ്പുള്ള ഹദീസ് പറയുന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ മുസാബനതി വൽ മുസാബനതു ബൈഉ തമരി ബിത്തംരി കൈലൻ വ ബൈഉൽ കർമി ബിസ്സബീബി കൈലൻ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാബനയും മുഹാഖലയും വിരോധിച്ചിരിക്കുന്നു. മുസാബന അത് നല്ല പഴുത്ത ഈന്തപ്പഴം മരത്തിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ, അതിന് പകരം പറിച്ച് വച്ചിരിക്കുന്ന ഉണങ്ങിയ ഈന്തപ്പഴവുമായി ഒരേ അളവിൽ അളന്ന് വെക്കുന്നത്. عن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم نهى عن المزابنة والمحاقلة والمزابنة اشتراء التمر بالتمر على رؤوس النخل. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാബനയും മുഹാഖലയും വിരോധിച്ചിരിക്കുന്നു. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല നഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മുഹാഖലതി വൽ മുസാബനതി. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമസ്ഥനെ അനുവദിച്ചിട്ടുണ്ട് ആരിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് മരത്തിൽ നിൽക്കുന്ന പഴങ്ങൾ ഒരു ഊഹക്കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഊഹക്കണക്കിൽ കണക്കാക്കി ഇത്ര കിലോ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നത്. عن زيد بن ثابت رضي الله عنهم أن رسول الله صلى الله عليه وسلم أرخص لصاحبه العرية أن يبيعها بخرصها. മരത്തിൽ നിൽക്കുന്ന ഈന്തപ്പഴം സ്വർണത്തിനോ വെള്ളിക്കോ വിൽക്കുന്നത്. ബൈത്തമരി അല റുഊസിൻ നഖ്ലി ബിദ്ദഹബി അവൽ ഫിദ്ദത്തി. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു പഴങ്ങൾ പഴുക്കുന്നത് വരെ വിൽക്കുന്നത്. അപ്പോൾ പഴുക്കാതെ പച്ചയ്ക്ക് വിൽക്കാൻ പാടില്ല.
അവയെ ദീനാറിനോ ദിർഹമിനോ അല്ലാതെ മറ്റൊന്നിനും വിൽക്കാൻ പാടില്ല. ഇത് കാശിന് മാത്രമേ വിൽക്കാവൂ. അറായ ഒഴികെ, അതായത് ഈന്തപ്പഴത്തിന് പകരമായി ഈന്തപ്പഴം വെക്കുന്നത്, മരത്തിൽ നിൽക്കുന്ന ഈന്തപ്പഴത്തിന് പകരമായി പറിച്ച ഉണങ്ങിയ ഈന്തപ്പഴം, അത് മാത്രം അനുവദിച്ചതായിട്ട് നമുക്ക് കാണാം. عن جابر رضي الله عنه قال نهى النبي صلى الله عليه وسلم عن بيع التمر حتى يطيب ولا يباع شيء منه إلا بالدينار والدرهم إلا العرايا. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പഴം വിൽക്കുന്നത്, അതായത് അറായ അനുവദിച്ചിരിക്കുന്നു. അത് ഏകദേശം 5 ഔസുക്ക് ഉണ്ടെങ്കിൽ, അതായത് 675 കിലോ. വസ്ക് എന്ന് പറയുന്നത് 60 സാഴ് ആണ്, അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കണം. 5 ഔസുക്കിൽ കൂടാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ ലോറി കണക്കിനൊക്കെ ഉണ്ടെങ്കിൽ വിൽക്കാൻ പാടില്ല ഊഹക്കണക്കിൽ. പക്ഷേ 5 ഔസുക്കോ അതിൽ താഴെ ഉള്ളെങ്കിൽ ഊഹക്കണക്ക് വെച്ചിട്ട് വിൽക്കാം. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم رخص في البيع الرايا في 5 أوسق أو دون 5 أوسق قال نعم. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ആരിയ എന്ന് പറയുന്നത് നല്ല പഴുത്ത ഈന്തപ്പഴം, മരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ ഈന്തപ്പനയിൽ, അതിനെ വിൽക്കുന്നത് ഏകദേശം കണക്ക് കൂട്ടിക്കൊണ്ട്. അത് പകരമായി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പറിച്ച പഴുത്ത ഉണങ്ങിയ ഈന്തപ്പഴം ആണ്. അത് മാത്രം ഒരു ഒഴിവ് തന്നിട്ടുണ്ട്. സഹൽ ബിൻ അബൂ ഹത്മ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഴങ്ങൾ വിൽക്കുന്നത് വിരോധിച്ചിരിക്കുന്നു ഉണങ്ങിയ പഴങ്ങൾക്ക് പകരമായിട്ട്. പക്ഷേ പഴങ്ങൾ അറായ രീതിയിൽ വിൽക്കുന്നത് അനുവദിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം കണക്കാക്കിയിട്ട് അതിൻ്റെ പുതിയ ഉടമസ്ഥർക്ക്, അല്ലെങ്കിൽ വാങ്ങിച്ച ആൾക്കാർക്ക് അത് കഴിക്കാവുന്ന രീതിയിൽ. സുഫിയാൻ മറ്റൊരു വിശദീകരണത്തിൽ പറയുന്നു, ഞാൻ യഹ്യയോട് ചോദിച്ചു, ഇതിൻ്റെ ഉപ റിപ്പോർട്ടർമാരിൽ ഒരാളാണ്, ഞാൻ ഒരു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴാണ് ചോദിച്ചത്. മക്കക്കാർ പറയുന്നുണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഴങ്ങളുടെ കച്ചവടം അറായ മാർഗത്തിൽ ഉള്ളത്, അതായത് ഊഹക്കണക്ക് വച്ചിട്ടുള്ളത് അനുവദിച്ചിട്ടുണ്ട് എന്ന്. യഹ്യ ചോദിച്ചു, മക്കക്കാർക്ക് ഇതിനെപ്പറ്റി എങ്ങനെ അറിയാം? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, അവരത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ജാബിറിൽ കൂടെ. അപ്പോൾ യഹ്യ മിണ്ടാതിരുന്നു. സുഫിയാൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ജാബിർ അൽ മദീനയിൽ നിന്നുള്ള ആളാണല്ലോ, അല്ലെങ്കിൽ മദീനക്കാരനാണല്ലോ എന്നാണ്. സുഫിയാനോട് ചോദിക്കപ്പെട്ടു, ജാബിറിൻ്റെ വിശദീകരണത്തിൽ പഴങ്ങൾ വിൽക്കുന്നതിനെ പറ്റി എന്തെങ്കിലും വിരോധം, അല്ലെങ്കിൽ അത് വിരോധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള കച്ചവടം എന്ന് ചോദിച്ചു. അതിൻ്റെ പ്രയോജനം പ്രത്യക്ഷമാകുന്നതിന് മുമ്പ്, അതായത് ഇനി പഴുത്തു പോകില്ല, അല്ലെങ്കിൽ ഉണങ്ങി പോകില്ല, ചാടിപ്പോകില്ല എന്നുള്ള കണ്ടീഷൻ വരുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു അപകടവും ആ ഫലത്തിന് വരാറില്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. സമയത്തു സഹല ഇബ്നു അബി ഹസ്മ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ബൈഇ തമരി ബിത്തംരി വറഖസ ഫിൽ അരിയതി അൻ തുബാ ബിഖർസിഹാ യഅകുലുഹാ അഹ്ലുഹാ റുതാബൻ വഖാല സുഫിയാനു മറത ഉഖ്റാ ഇലാ അന്നഹു റഖസ ഫിൽ അരിയതി യബിഉഹാ അഹ്ലുഹാ ബിഖർസിഹാ يأكلونها رطبا قال هو سواء. قال سفيان فقلت ليحيى وأنا غلام إن أهل مكة يقولون إن النبي صلى الله عليه وسلم رخص لهم في بيع العرايا. فقال وما يدري أهل مكة؟ قلت إنهم يرونه عن جابر فسكت. قال سفيان إنما أردت أن جابر من أهل المدينة. قيل لسفيان أليس فيه نهى عن بيع التمر حتى يبدو صلاحه؟ قال لا. ഹറായയുടെ വിശദീകരണം തഫ്സീറിൽ അറായ. മാലിക് വിശദീകരിക്കുന്നു, ഹറിയ അല്ലെങ്കിൽ അറായ ബഹുവചനം, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഒരാൾ ഈന്തപ്പനയെ വിൽക്കുന്നതാണ്. നമ്മൾ മാവ് അടച്ചു വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ തെങ്ങുംതോപ്പ് വെക്കുന്നത് പോലെയൊക്കെ. അപ്പോൾ ഈന്തപ്പനയെ അടച്ചു വെക്കുന്നത്, അതായത് അതിൽ നിന്ന് വരുന്ന വരുമാനം എന്ന് പറയുന്ന ഈന്തപ്പഴം, അതിന് വെക്കുന്നതാണ്. അത് കൊടുക്കുകയാണ്, പൈസയ്ക്കല്ല, ഒരാൾക്ക് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ പിന്നീട് എന്തെങ്കിലും കാരണവശാൽ വിറ്റ ആൾക്ക് പറ്റുന്നില്ല, അതിന് തടസ്സം തോന്നി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നി, കാരണം അയാളുടെ സ്വന്തം തോട്ടത്തിൽ കൂടെ കയറി നടന്ന് മറ്റേ ആൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് ഒഴിവാവാൻ വേണ്ടിയിട്ട് ആ ഈന്തപ്പഴങ്ങൾ, ഉണങ്ങിയ ഈന്തപ്പഴങ്ങൾക്ക് പകരമായി വാങ്ങിക്കുന്നത് അനുവദനീയം ആണ്. ഇബ്നു ഇദ്രീസ് വിശദീകരിക്കുന്നു, ഈന്തപ്പഴത്തിൻ്റെ കച്ചവടം ഹറായ രീതിയിൽ അത് അളന്നിട്ട് അത് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ തോന്നിയ പോലെ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെയ്താൽ പോരാ. സഹൽ ഇബ്നു ഹസമ ആ വിധിയെ
സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെ അംഗീകരിക്കുന്നു. ഈന്തപ്പഴത്തിൻ്റെ കൈമാറ്റം ഊഹത്തിലൂടെ ആവരുത്, അത് അളന്ന് ഔസുക്ക് കണക്കാക്കി വേണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അൽ-അറായ എന്ന് പറയുന്നത് 1-2 ഈന്തപ്പനയെ ഒരാൾക്ക് കൊടുക്കുന്നതിനെയാണ്. സുഫിയാൻ ബിൻ ഹുസൈൻ പറയുന്നു, അൽ-അറായ എന്ന് പറയുന്നത് ഈന്തപ്പഴങ്ങളെ ഒരു പാവപ്പെട്ട ആൾക്ക് വേണ്ടി വിറ്റിരിക്കുന്നതിനെയാണ്. ഈന്തപ്പന വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള പഴങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ആൾ പാവമാണ്, അയാൾക്ക് അത് പഴുക്കുന്നവരെ കാത്തിരിക്കാനുള്ള വകുപ്പ് ഇല്ല, ഓൾറെഡി പട്ടിണിയോ പരിവട്ടോ ആയിരിക്കും. അപ്പോൾ അത് വിറ്റ് ഉണങ്ങിയ ഈന്തപ്പഴം വാങ്ങിക്കുന്നതിൽ കുറ്റമില്ല, ഊഹക്കണക്ക് വയ്ക്കുന്നതിൽ കുറ്റമില്ല. അങ്ങനെ ഉള്ളവരെ അനുവദിച്ചിരുന്നു അത് വിൽക്കാനും അതിന് പകരമായി ഈന്തപ്പഴം വാങ്ങിക്കാനും അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ. വഖാല മാലിക്കുൻ അൽ-അരിയ്യതു അൻ യുരിയ الرجل النخلة ثم يتأذى بدخوله عليه فرخص له أن يشتريها منه بتمر. وقال ابن إدريس العرية لا تكون إلا بالكيلة من التمر يدا بيد ولا تكون بالجزاف ومما يقويه. قول سهل بن أبي حثمة بالأوسق المسوقة. وقال ابن إسحاق في حديث النافع عن ابن عمر رضي الله عنهما كانت العرايا أن يعري الرجل في ماله النخلة والنخلتين. وقال يزيد عن سفيان بن حسين العرايا نخل كانت توهب لمساكين فلا يستطيعون أن ينتظروا بها فأرخص لهم أن يبيعوها بما شاء من التمر. ഇബ്നു ഉമർ വിശദീകരിക്കുന്നു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറായ മാർഗത്തിലുള്ള കച്ചവടം അനുവദിച്ചിട്ടുണ്ട്. അതായത് ഊഹിച്ച് കണക്കാക്കി വെക്കുന്നത്, ഈന്തപ്പന മരത്തിലുള്ള ഈന്തപ്പഴം അത് അളന്ന് തരുന്ന ഉണങ്ങിയ ഈന്തപ്പഴത്തിന് പകരമായിട്ടാണെങ്കിൽ പോലും. മൂസാ ബിൻ ഉഖ്ബ പറയുന്നു, അൽ-അറായ എന്ന് പറയുന്നത് തിരിച്ചറിയപ്പെട്ട ഈന്തപ്പനകളായിരുന്നു. അവിടെ വെക്കുന്ന 1-ാമത്തെ 2-ാമത്തെ അങ്ങനെയൊക്കെ പറഞ്ഞ് കൃത്യമായി അടയാളമുള്ള അല്ലെങ്കിൽ കണക്കുള്ള തിരിച്ചറിയാൻ പറ്റുന്ന ഈന്തപ്പനകൾ വെക്കുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് വന്ന് അത് വാങ്ങിക്കാമായിരുന്നു, അതായത് പഴങ്ങൾ വാങ്ങിക്കാമായിരുന്നു. അൻ ഇബ്നു ഉമർ അൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ഫിൽ അറായ അൻ തുബാ ബിഖർസിഹാ കൈലൻ. ഖാല മൂസാ ബിൻ ഉഖ്ബത വൽ അറായ നഖാലത്തുൻ മൗലൂമാത്തുൻ തഅതീഹ ഫതശ്തരിഹ. പഴങ്ങൾ അത് വിളവ് ആവുന്നതിന് മുമ്പ് വെക്കുന്നത്, അതായത് ഉറപ്പായിട്ടില്ല, അതായത് അതിന് വരാവുന്ന സകല അപകടങ്ങളും വന്ന് തീർന്നിട്ടില്ല, അല്ലെങ്കിൽ വരാവുന്ന സമയം കഴിഞ്ഞിട്ടില്ല. ബൈത്തമാരി ഖബ്ല അൻ യബ്ദുവ സ്വലാഹുഹ. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ആളുകൾ പഴത്തിൻ്റെ കച്ചവടങ്ങൾ നടത്താറുണ്ടായിരുന്നു. അവരവരുടെ ഈന്തപ്പഴങ്ങൾ മുറിക്കുമ്പോൾ അലിപ്പറിക്കുമ്പോൾ കച്ചവടക്കാരെ അവരുടെ അവകാശം മേടിക്കാൻ വരുമായിരുന്നു. വിൽക്കുന്നവർ പറയുമായിരുന്നു, എൻ്റെ ഈന്തപ്പഴം ചീത്തയായിപ്പോയി, അല്ലെങ്കിൽ കേടായിപ്പോയി പ്രാവശ്യം, അല്ലെങ്കിൽ അവയ്ക്ക് എന്തോ രോഗം വന്നിട്ട് ചാഴി പിടിച്ചു പോയി എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അതിന് കുഷ്ഹാം എന്ന് പറയുന്ന രോഗം പിടിച്ചിരിക്കുന്നു, അതായത് പഴുക്കുന്നതിന് മുമ്പ് ചാടി പോകുന്നത്, ഇപ്പം നമ്മുടെ മെച്ചിങ്ങയൊക്കെ വീണ് പോകുന്ന പോലത്തെ ഒരവസ്ഥ. അങ്ങനെ അവർ അവരുടെ വാങ്ങിച്ച കച്ചവടത്തിലുള്ള നഷ്ടങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഓരോന്നായി പറയാൻ തുടങ്ങും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഴങ്ങൾ അത് വിളവെടുക്കാറാവുന്നതിന് മുമ്പ് വിൽക്കരുത്, അതിൻ്റെ പ്രയോജനം പ്രകടമാകുന്നതിന് മുമ്പ്, അതായത് അതിന് വരാവുന്ന അപകടങ്ങൾ എല്ലാം കഴിഞ്ഞു പോയി, അതല്ലെങ്കിൽ ആ അപകടങ്ങൾ ഇനി വരാനുള്ള കാലം ഇല്ല, അതെല്ലാം കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ വിൽക്കാം. അതൊരു ഉപദേശമായിട്ടാണ് റസൂല് കൊടുത്തത്, കാരണം അവരൊരുപാട് തർക്കിച്ചു, അല്ലെങ്കിൽ വഴക്കിട്ടു. ഖാരിജ ബിൻ സെയ്ദ് ബിൻ സാബിത്ത് പറയുന്നു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പഴങ്ങളുടെ കച്ചവടം ചെയ്യാറില്ലായിരുന്നു. പ്ലിയാഡ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക നക്ഷത്രങ്ങൾ വരുന്നൊരു സമയമാണ്, ഒരു പ്രത്യേക കാലത്തിൽ, ഇപ്പോൾ നമ്മൾ മാസപ്പിറവി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേക സമയമാവുമ്പോൾ മാത്രമേ അദ്ദേഹം ഈന്തപ്പഴം വിൽക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചുവന്ന പഴങ്ങളും പഴുത്ത മഞ്ഞപ്പഴങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അത്രയും ഉറപ്പായിട്ടാണ് അദ്ദേഹം വിറ്റിരുന്നത്. ഹദ്ദസഹു അൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖാല കാന الناس في عهد رسول الله صلى الله عليه وسلم يبتاعون الثمار فإذا جد الناس وحضر تقاضيهم قال المبتاع إنه أصاب التمر الدمان أصابه مرض أصابه قشام آهات يحتجون بها. فقال رسول الله صلى الله عليه وسلم لما كثرت عنده الخصومة في ذلك فإما لا فلا تتبايعوا حتى يبلغ
صلاح التمر كالمشهورة يشير بها لكثرة خصومتهم. وأخبرني خارجة بن زيد بن ثابت أن زيد بن ثابت لم يكن يبيع ثمار أرضه حتى تطلع الثريا فيتبين الأصفر من الأحمر. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.